അതെ, കപ്പടിക്കാനാണ് ഞാൻ ഒന്നാമത് ഈ ബിഗ് ബോസ് കാണുന്നില്ല. അപ്പോൾ ആരൊക്കെയാണ് പെർഫോം ചെയ്യുന്നതെന്നോ ആരാണ് പെർഫോം ചെയ്യാത്തതെന്നോ എനിക്കൊരു ഐഡിയ ഇല്ല. എപ്പോഴും അർഹതയുള്ള ആൾക്ക് കിട്ടട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്, അനുമോളാണേലും ലക്ഷ്മി ആണെങ്കിലും എൻ്റെ 2 അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ ഉണ്ട്. പക്ഷേ അർഹതയുള്ള ആൾക്ക് കിട്ടട്ടെ എന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിപ്പം അങ്ങനെ അർഹതയുള്ള ആൾക്ക് കിട്ടിയാലേ ആ ഷോ ഒരു സക്സസ് ആകത്തുള്ളൂ. അങ്ങനെ ആ ഒരു ഷോ സക്സസ് ആയാലേ ഞാനും ആ ഷോയിലൂടെ വന്ന ആളാണ്, എനിക്കും ഒരു വാല്യൂ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കിട്ടട്ടെ എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും പടം കണ്ടോ? പടം കണ്ടു. ഞാനിപ്പോൾ ബിഗ് ബോസ് അങ്ങനെ കൂടുതൽ കാണാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് കൂടുതൽ ചോദ്യമൊന്നും ഉണ്ടാവില്ല, കാര്യം കാണാത്തതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ആരൊക്കെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് അറിയില്ല. പിന്നെ ഇപ്പോൾ ഇങ്ങനെ പോട്ടെ, ഇതൊക്കെ എനിക്കൊന്നും തീരാറായില്ല. ഇനി ഒരു 4 ആഴ്ചയോ 4-5 ആഴ്ച കൊണ്ട് ഇത് പരിപാടി തീരും. പിന്നെയും നിങ്ങൾക്ക് കണ്ടന്റ് ക്ഷാമമാവും, വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ എടാ PR എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും അതിനകത്ത് എല്ലാ ആൾക്കാരും PR ചെയ്യുന്നുണ്ട്. അതിനകത്ത് പലരും ഇല്ലാത്തവട്ട് അഭിനയിക്കുന്നതേ ഉള്ളൂ. നമുക്കറിയാം മിക്കവാറുള്ള ആൾക്കാർ ആരൊക്കെയാണ് PR എന്ന് വരെ അറിയാം. അതുകൊണ്ട് പക്ഷേ ഈ PR ഉണ്ടെങ്കിലേ റീച്ച് ഉള്ളൂ. അപ്പോൾ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം സാധാരണക്കാർക്ക് ഇപ്പം നല്ലവണ്ണം കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ ജനങ്ങളാണ് PR. അപ്പോൾ PR എന്ന് പറയുമ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾ കണ്ടാൽ ചിലർ കാശ് കൊടുത്ത് ചെയ്യും, ചിലർക്ക് നോർമലി കിട്ടും. അങ്ങനെ കിട്ടുന്നവരുണ്ട്, അതിനകത്ത് കാശ് കൊടുത്ത് ചെയ്യുന്നവരുണ്ട്, നോർമലി കിട്ടുന്നവരുണ്ട്. അതങ്ങനെ പോട്ടെ, അതിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും കണ്ടന്റ് കൊടുക്കാതെ PR കൊണ്ട് ഒരു യൂസും ഇല്ല. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ കാര്യം. അവിടെ കണ്ടന്റ് കൊടുത്തതിന് ചുമ്മാ ഇരിക്കുന്നൊന്നും നമുക്കെടുത്ത് PR ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കതിനകത്ത് കൂടുതൽ അഭിപ്രായമൊന്നുമില്ല. എല്ലാം ഇപ്പോൾ സിനിമയിലാണെങ്കിലും PR അല്ലേ, നിങ്ങളും പല സിനിമകളുടെ PRകളല്ലേ. അപ്പം ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ബിഗ് ബോസ് കാണുന്നില്ല, അതുകൊണ്ട് എനിക്കറിയില്ല ആരാണ് ജയിക്കുന്നത്, ആരാണ്. അർഹതയുള്ളവർ ജയിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ വോട്ടും ചെയ്യുന്നതാണ്. ഞാൻ ബിഗ് ബോസ് കാണുന്നില്ല. ഫ്രണ്ട്സ് 2 പേരുണ്ട്, ലക്ഷ്മിയുണ്ട്, അനുമോളും ഉണ്ട്. അപ്പോൾ എനിക്ക് പക്ഷെ അവർ ജയിക്കണം എന്നല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്ന ഏറ്റവും നല്ല അർഹതയുള്ള ആളുകൾ ജയിക്കണം എന്നുള്ളതാണ്. ഇനി അവരാണ് അർഹതയുള്ളെങ്കിൽ അവർ ജയിക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ. കാരണം അങ്ങനെ ഒരു ഷോയിൽ അർഹതയുള്ള ആൾ ജയിക്കുമ്പോഴേ അതിനൊരു വാല്യൂ ഉള്ളൂ. അമ്മ വന്നപ്പം ആ ഒരു ഇഷ്യൂ വീട്ടിൻ്റെ പടിവരെ കയറ്റുള്ളൂ എന്ന് പറയുന്നു, അതിനെ വീണ്ടും പിന്താങ്ങി വരുന്നു. അപ്പോൾ നിലപാടുകളില്ലാതെ വരുന്നൊരു വ്യക്തിയായിട്ട് ലക്ഷ്മിനെ തോന്നുന്നു. ഇല്ല, എനിക്കറിയാം. അവൾക്ക് അവളുടേതായ നിലപാടുകളുണ്ട്, അത് അവൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അവൾ പറയുന്നത് നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതാണ് അവൾ പറയുന്നത്. പിന്നെ അത് എനിക്കറിയാം ബിഗ് ബോസിനകത്തുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. ചിലപ്പോൾ നമ്മൾ അടുത്ത സുഹൃത്തുക്കൾ ചിലപ്പോൾ വേദനിപ്പിക്കേണ്ട എന്നൊക്കെ തോന്നൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും, എനിക്കറിയില്ല. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബിഗ് ബോസ് കാണാത്തതുകൊണ്ട് എനിക്ക് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷേ എന്തായാലും അവളുടെ അഭിപ്രായം പറയുന്നു, അതിന് കോൺസിക്വൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ നേരിടും, ഇല്ലെങ്കിൽ ഇല്ല. എന്തായാലും അവൾക്ക് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്, ആ ഫാൻസ് വെച്ച് അവൾക്ക് നല്ല വോട്ട് കിട്ടുന്നുണ്ട്. എന്തായാലും എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. താങ്ക് യു. റിയാസിന്റെ ക്യാരക്ടർ അതാണ്. റിയാസ് പുറത്തു വെച്ചും ഇപ്പം നമ്മളിപ്പോൾ ബിഗ് ബോസിന് ഒരു അസോസിയേഷൻ ഒക്കെ തുടങ്ങിയായിരുന്നല്ലോ, അവരെന്നെ അതിനകത്ത് ഇൻക്ലൂഡ് ആയപ്പോൾ പുള്ളിക്കാരൻ അതിൽ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, പുള്ളിയുടെ ഒരു ചെറിയ ക്യാരക്ടറാണ്. നമുക്ക് അതിനകത്ത് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ്റേതായ അഭിപ്രായമുണ്ട്, അത് ഞാൻ ശരി, ഓക്കെ, അത് അവൻ്റെ ശരികളാണ്, എൻ്റെ ശരികൾ എൻ്റെയാണ്. പക്ഷേ അവൻ്റെ ശരികൾ മാത്രമാണ് ശരിയെന്ന് പറയുന്നതാണ് തെറ്റ്. എനിക്ക് അതിലൊരു അഭിപ്രായം എന്തായാലും ഞാൻ പറയുന്നത്, ഇപ്പം CBSE പഠിക്കുന്ന പിള്ളേർ കേരളക്കാരെ കളിയാക്കും, കേരള സിലബസ് CBSEക്കാരെ കളിയാക്കും, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ കളിയാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മതത്തിൽ പെടുന്നവർ മറ്റ് മതങ്ങളെ കളിയാക്കുന്നുണ്ട്. പക്ഷെ ഇവരെ മാത്രം ഒന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ? അവർക്ക് നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവർ തെറ്റാണെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു അഭിപ്രായം നമുക്കൊരു ഇതുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക. അത് ചെയ്യുമ്പം തെറ്റാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. പക്ഷേ അവർ ചെയ്യുന്നത് തെറ്റാണ്, പക്ഷെ അത് ഞങ്ങൾ മാറ്റി മുന്നോട്ട് വരാമെന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ. ഇത് അതല്ല, അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നത്. ലക്ഷ്മിയുടെ കാര്യത്തിൽ നിങ്ങൾ കണ്ടതാണ്, അടിച്ചേൽപ്പിക്കുക വന്ന ഗസ്റ്റുകളെല്ലാം. അപ്പോൾ അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ അവർക്ക് സപ്പോർട്ട് ആൾക്കാർ വരാൻ തുടങ്ങിയത്. അതാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. അവർക്ക് അതെ, അത് സത്യം. അത് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിക്കുള്ള ഫാൻസിനെക്കാട്ടും ഞാൻ കാണുന്നത് റിയാസ് ഈ അടിച്ചേൽപ്പിക്കുന്നതിന് എഗനിസ്റ്റായിട്ട് വന്ന ആൾക്കാരാണ് ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ റിയാസ് അടിച്ചേൽപ്പിക്കാൻ നോക്കും, നീ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിലാണ് അവിടെ പെരുമാറിയത്. അപ്പോൾ അതിന് എഗനിസ്റ്റ് അങ്ങനെ പറ്റില്ല എന്നുള്ള ആൾക്കാർ ലക്ഷ്മിക്ക് കൂടെ നിന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് അവൾക്കൊരു ഫാൻ ബേസ് പോലെ ക്രിയേറ്റ് ആയി. അപ്പോൾ ശരി, താങ്ക് യു, മതി. ബിഗ് ബോസ് കണ്ടു, ഞാൻ കാണാറില്ല. താങ്ക് യു. PR വർക്ക് ചെയ്യാനിട്ടാണോ അതോ അഖിൽമാരാർക്കെതിരെയുള്ള പ്രതിഷേധമാണ്? എന്തുകൊണ്ടാണ് സിനിമയ്ക്ക് അത് അത്രയും പോപ്പുലാരിറ്റി കിട്ടാതെ പോയത്? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് കുറേ 2 സൈഡിലുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അഖിലേട്ടന് ഫാൻസും ഉണ്ട്, ഹേറ്റേഴ്സും ഉണ്ട്. ആ ഹേറ്റേഴ്സ് കിട്ടിയ അവസരം മാക്സിമം അവർ മുതലെടുക്കാൻ നോക്കി. പിന്നെ പടത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ കുഴപ്പങ്ങൾ നമുക്കുണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പല പാളിച്ചകളും ഉണ്ടായിരുന്നു. ആ പാളിച്ചകൾ ഒരു സിനിമയിലുണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതെല്ലാവരും കൂടി എടുത്തിട്ട് അലക്കി എന്നുള്ളതാണ് സത്യം.
അല്ലാതെ പിന്നെ പ്രൊമോഷനിലാണെങ്കിൽ അഖിലേട്ടൻ സത്യസന്ധമായിട്ട് 100% കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ മതി, ഇഷ്ടംപോലെ ഇൻ്റർവ്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബിഗ് ബോസിൽ പോയി, പിന്നെ അല്ലാതെ പുള്ളിക്കാരൻ തന്നെ കുറേ കാശ് കൊടുത്ത് ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അവരും വെച്ചിട്ടുണ്ട്, സിനിമയുടെ ടീമും കുറച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടെ അഖിലേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു, എടാ നിൻ്റെ ഭാഗത്തുനിന്ന് വെക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഇച്ചിരി ഫിനാൻഷ്യലി ടൈറ്റായിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, കാരണം എൻ്റെ ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഓക്കെ ശരി, അത് കുഴപ്പമില്ല. എന്നിട്ട് സെറീനയും അഖിലേട്ടനും കൂടെ കുറേ ഫ്ലെക്സൊക്കെ വെച്ചു. രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്നും അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. സിനിമ വലിയ സക്സസ് ആയില്ല, അത് സിനിമയാണ്, അറിയാലോ. സിനിമയിൽ വിജയം പരാജയങ്ങളും എല്ലാം ഉണ്ടാവും. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക, മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്തു. ഞാൻ പിന്നെ കൂടുതൽ അതിൽ തലയിടാൻ പോയില്ല. ഇനി മുമ്പോട്ട് വേറെ പ്രോജക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ അതിനകത്ത് ഇനി ഒരു കോൺട്രവേഴ്സി ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാനത് വിട്ടു. സിനിമയുടെ ഭാഗത്തുനിന്ന് ചെറിയ പാളിച്ചകൾ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. അപ്പം നെക്സ്റ്റ് പ്രൊഡക്ഷൻ ഷൂട്ട് നടക്കാൻ പോകണല്ലോ. അപ്പോൾ അത് നല്ലതുപോലെ ശ്രദ്ധിച്ചായിരിക്കുമോ ചെയ്യുന്നത്? അതെ, ഉറപ്പായിട്ട്. ഇപ്പം സിനിമ എന്ന് പറയുന്നത് പഠിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും ഇത് പഠിച്ചു തീരാത്തൊരു മേഖലയാണ്. കാരണം പല കാര്യങ്ങളും അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറേ പാഠങ്ങൾ പഠിച്ചു. ആ പാഠങ്ങൾ ഇതിൽ ചെയ്യും. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പാളിച്ച വരാതിരിക്കില്ല, വരും. അതും ഞാൻ അതിൻ്റെ അടുത്തതിൽ അങ്ങനെ പഠിച്ചുകൊണ്ടേ പാളിച്ചകൾ വന്നുകൊണ്ടേയിരിക്കും. മനുഷ്യനല്ലേ, തെറ്റുകൾ പറ്റും, പാളിച്ചകൾ പറ്റും, അങ്ങനെ സംഭവിക്കും. ഒരു ചോദ്യം ശരിക്കും നായകന്മാരോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നവരോ അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് കാണുന്നില്ലല്ലോ. അപ്പോൾ സിനിമ ഫ്ലോപ്പായാൽ ശരിക്കും സംവിധായകൻ്റെ ഫൈനൽ പ്രോഡക്ട്സ് കൊണ്ട് കാണിക്കാറുണ്ട്. ഇപ്പോൾ അഖിലേട്ടനാണെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ് ഒക്കെ കുറേ കണ്ടായിരുന്നു. അതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇപ്പം ഒരു സിനിമയും 100% ആരും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. പാളിച്ചകളുണ്ടെങ്കിലും ചിലപ്പോൾ പാളിച്ചകളുണ്ടെങ്കിലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളുണ്ട്. അപ്പോൾ അത് 100% ആൾക്കാരെ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് വരും. ആ നെഗറ്റീവ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് സഹിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ലൈഫിലും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ കുറ്റം പറയുന്ന കുറേ പേരുണ്ട്, അവർ മൈൻഡ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുന്നില്ല. അതുപോലെയൊക്കെ ഉള്ളൂ. അപ്പോൾ ശരി, താങ്ക് യു.